ഫോർട്ട് കൊച്ചി പട്ടാളം ജംഗ്ഷൻ. ദേ കിടക്കണം ഏതൊരു മലയാളിയെയും ഹഠാത് ആകർഷിക്കുന്ന ഹരിതാഭ. ബിവെയർ ഓഫ് ഡോഗ് എന്ന വാർണിംഗ് ഇല്ലാതെ തുറന്നിട്ട ഗേറ്റ് കണ്ടപ്പോൾ പിന്നൊന്നും നോക്കിയില്ല. മാമന്റെ വീട്ടിൽ കയറി ചെല്ലും പോലെ കയറി ചെന്നു. വീടിനകത്ത് തലൈവരുടെ കപാലി ലുക്കിൽ ഒരു പച്ചയായ മനുഷ്യൻ. പക്ഷേ പിന്നണിയിൽ അനിരുദ്ധിന്റെ ബീജമില്ല, പകരം അദ്ദേഹത്തിന്റെ തന്നെ പുല്ലാങ്കുഴൽ നാദം. ഡ്രോയിങ് റൂമിലെ ചുവരുകളിലെ ഡ്രോയിങ്സിലൂടെ പേര് ഞാൻ വായിച്ചെടുത്തു. ജെർലി, ചിത്രകാരൻ, ഫോട്ടോഗ്രാഫർ, സംഗീതജ്ഞൻ, പ്രൊഫസർ, പുസ്തകങ്ങളുടെയും പഴമയുടെയും സൂക്ഷിപ്പുകാരൻ, എല്ലാത്തിനുമുപരി മരങ്ങൾക്കിടയിൽ ഒരു കൂടൊരുക്കി നഗരവാരിധി നടുവിൽ കളർപ്പില്ലാത്ത ഓക്സിജന്റെ ഉറവിടം കണ്ടെത്തുന്ന ഒരു സ്വീറ്റ് ഓൾഡ് ജെന്റിൽമാൻ. പക്ഷെ മാഷെ, മഴക്കാലത്ത് മരങ്ങൾ മനുഷ്യന് ഭീഷണിയാകുമ്പോൾ അത് വെട്ടിമാറ്റണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരങ്ങൾ ചാഞ്ഞു വീഴാത്ത രീതിയിൽ അതിന്റെ ചില്ലകൾ എങ്ങനെ ശാസ്ത്രീയമായി വെട്ടിമാറ്റാം എന്നുള്ളതാണ് ഈ കെമിസ്ട്രി അധ്യാപകന്റെ മറുപടി. കാരണം ജെർലി മാഷിന്റെ ജീവിതം മരങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. എ ലൈഫ് ബേസ്ഡ് ഓൺ മെനി ട്രീ സ്റ്റോറീസ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന പല ഓൾഡ് ജനറേഷൻ മരങ്ങളും മിണ്ടിയിരുന്നെങ്കിൽ അവർ ജെർലി മാഷിന് വേണ്ടി ചൊല്ലിയേനെ, ഒരു ഉഗ്രൻ പോയ ട്രീ.